നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ കൂടെ പറയുന്നത് ഇന്നത്തെ എൻ്റെ വിഷയം വയസ്സായവരെ പറ്റിയിട്ടാണ്. പ്രായമായവരെ പറ്റിയിട്ട് അധികം ആൾക്കാർ ആരും ഒന്നും പറയാറില്ല, പറഞ്ഞ് കേൾക്കാറില്ല. അവരുടെ കാര്യങ്ങളൊക്കെ വയസ്സായില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയൊന്നും അങ്ങോട്ട് അതിനൊരു പ്രാമുഖ്യം കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ വയസ്സായവരോട് എനിക്ക് പറയാനുള്ളതാണ്, അതായത് പ്രായമായവർ കുറച്ചൊരു 80, 70, 80 ഒക്കെ പ്രായമായവർ ചിലവർക്ക് തീരെ ആരോഗ്യമില്ല, കിടപ്പിനുള്ള അവശതയായിട്ട് ഒന്നിനും പറ്റാത്ത ആളുകളുണ്ടാവും, വയസ്സായവരുണ്ടാവും. സ്ത്രീകൾ, പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ വയസ്സായ സ്ത്രീകൾ, വയസ്സായ അമ്മമാർ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ വീട്ടിലും ഓരോ തരം അന്തരീക്ഷമാണ്. എല്ലാ വീട്ടിലും ഒരേപോലെ ആവില്ല. എൻ്റെ വീട്ടിലത്തെ പോലെ ആവില്ല നിങ്ങളുടെ വീട്ടിലത്തെ പോലെ ആവില്ല അപ്പുറത്തുള്ളവരുടെ വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും ഓരോ വീടുകളിലെയും കാര്യങ്ങൾ വ്യത്യസ്തമാണ്. എങ്കിൽ കൂടിയും നമ്മൾ പ്രായമായവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പ്രായമായ ആളുകളുടെ വീട്ടിലുള്ളവരൊക്കെ ജോലിക്ക് പോണവരാണ്. എല്ലാവരും ജോലിക്ക് പോകും. പ്രായമായവർ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുട്ടികളോ ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. അപ്പോൾ വയസ്സായ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വയസ്സായി എന്ന് വിചാരിച്ചിട്ട് തീരെ കിടപ്പ് അല്ലെങ്കിൽ ഇരുന്ന ഇരിപ്പ് അങ്ങനെ ആവരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്വതവേ വയസ്സായി കഴിഞ്ഞാൽ പല പല വയ്യായികളുണ്ടാവും. പിന്നെ ഈ വെറുതെ ഇങ്ങനെ ഇരുന്ന് വയസ്സായവർ വെറുതെ ഇങ്ങനെ ഇരുന്ന് അവരുടെ ആരോഗ്യം ഒന്നും കൂടി ഇല്ലാണ്ടാവുക ചെയ്യുക. അവർക്ക് തീരെ ഒന്നിനും പറ്റാണ്ടാവും. ആ നേരത്ത് നമ്മൾ പ്രായമായവരെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടന്ന്, കുറച്ചൊക്കെ രാവിലെയൊക്കെ ഒന്ന് 2 അടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്, അതേപോലെ എന്തെങ്കിലും നമുക്ക് പറ്റിയത് നമ്മുടെ സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്യാനായിട്ട്. ഇപ്പോൾ വീട്ടിലെ ആളുകളുണ്ട്, ചെയ്തു തരുന്നവരുണ്ടാവും. ചെയ്തു തരുന്നവർക്ക് ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഇതൊന്നും ചെയ്തു തരാനൊന്നും. പക്ഷേ എന്നാലും നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് പറ്റിയത്, നമുക്കൊരു ഗ്ലാസ് വെള്ളം പോയി എടുത്ത് കുടിക്കാനേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരാളെ ആശ്രയിക്കാണ്ട് പോയിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. വയസ്സായവർ, നമുക്കും നാളെ വയസ്സാവും, നമുക്കും പ്രായമായിട്ടൊന്നിനും പറ്റാത്തൊരവസ്ഥയൊക്കെ വരും. അപ്പോൾ ഈ പ്രായമായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടതാണ് നമ്മുടെ എല്ലാവരും അടക്കമുള്ള കാര്യം ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോയി എടുത്ത് കുടിക്കാൻ പറ്റുമോ, അതിനുള്ള ആരോഗ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി നമ്മൾ എടുത്ത് കുടിക്കണം. മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ പല കാര്യങ്ങളും നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ പലതും ഉണ്ട്, ചെറിയ നിസ്സാരം കാര്യങ്ങൾ. അതേപോലെ ഇപ്പോൾ അടുക്കളയിൽ ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ തിരക്കുള്ള നേരമൊക്കെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയത്, അവരാരും പറയില്ലേ നമ്മളോട് ചെയ്യേണ്ടത് തന്നെ പറയുള്ളൂ. എന്നാലും നമുക്ക് പറ്റിയ സഹായം, നമുക്ക് ഒരു കഷ്ണം നുറുക്കാനേ പറ്റുള്ളൂ. കഷ്ണങ്ങൾ നുറുക്കുക, പച്ചക്കറി നുറുക്കുക, ഉള്ളി തൊലി പൊളിച്ച് കൊടുക്കുക, വെളുത്തുള്ളി തൊലി പൊളിച്ച് വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെന്തെങ്കിലും ചെയ്തു എന്ന് നമുക്കിപ്പോൾ ചെറുപ്പക്കാർക്ക് നല്ല വയസ്സായവർക്കും നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണത്. അപ്പോൾ നമുക്ക് പറ്റിയിട്ടുള്ള ഈ വയസ്സായവർ എന്തെങ്കിലും ഒരു കാര്യം അവരിങ്ങനെ ദിവസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഇന്ന് ചെയ്തതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ ഒരു ബലം നാളേക്ക് തോന്നും. പിന്നെ മാത്രമല്ല, നമ്മളിങ്ങനെ ഒന്നിനും കൊള്ളാത്തവരായിട്ട് ഇങ്ങനെ കിടക്കുക എന്നുള്ളൊരു വിചാരം ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് അവരെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും നമ്മൾ പ്രായമായവർ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രായമായ അമ്മമാരുടെ വിചാരം, ഇവരെനിക്കെല്ലാതും ചെയ്തു തരേണ്ടവരാണ്, ഇവരെൻ്റെ മക്കളാണ്, മരുമക്കളാണ്, പേരക്കുട്ടികളാണ്, ഇവർ തന്നെ വേണം എനിക്കെല്ലാം ചെയ്തു തരാൻ. അങ്ങനെ ഒരു വാശി നമ്മൾ പിടിക്കാൻ പാടില്ല. നമുക്ക് പറ്റിയത് നമ്മൾ എത്ര പ്രായമായാലും നമ്മൾ അത് പതുക്കെ നടന്ന് വീഴാണ്ടും ഒക്കെ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും നമുക്ക് പറ്റിയത് ചെയ്യുമ്പോൾ അത് ഈ പ്രായമായവരുടെ മനസ്സിന് അത് ഭയങ്കരമായൊരു സന്തോഷമാണ്. എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റിയല്ലോ, അങ്ങനെ വേണം നമുക്ക് തോന്നാനായിട്ട്. അല്ലാതെ ഇതൊക്കെ അവർ ചെയ്തു തരേണ്ടതാണ്, അവർ ചെയ്തു തരട്ടെ, അവരാണ് എനിക്കതൊക്കെ ചെയ്തു തരേണ്ടവർ, ഞാൻ ഇരിക്കുള്ളൂ, എനിക്കല്ലാതെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തരണം, അങ്ങനെയുള്ളൊരു ഭാവമൊന്നും വയസ്സായവർക്ക് ഇല്ലാതിരിക്കുകയാണ് നല്ലത്. വേറൊന്നല്ല, നമുക്ക് കുറച്ചും കൂടിയും ആരോഗ്യം, മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ ഇതെല്ലാതും ചെയ്ത് മുന്നിൽ കൊണ്ടുപോയി കൊടുക്കണ വയസ്സായ അമ്മമാർക്ക്, അച്ഛന്മാരെ ഞാൻ മാറ്റി നിർത്താണ്, അമ്മാമ്മമാർക്ക് അവർക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല. എന്ത് തന്നെ നമ്മൾ ചെയ്തു കൊടുത്താലും അവർക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കറിയാം ഈ ചെയ്യുന്നവർ അത്ര താല്പര്യത്തോട് കൂടിയിട്ടൊന്നല്ല ഇതൊന്നും ചെയ്തു തരണേന്ന്.
പിന്നെ ഇവരതൊക്കെ ഞങ്ങളുടെ ഒരു അവകാശമാണ് എന്നുള്ള നിലയ്ക്ക് ചെയ്തു കൊടുക്കണു, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ്, നമുക്ക് തീരെ പറ്റാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യമൊക്കെ എനിക്ക് നടന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകൾ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്ന് അവരുടെ ജീവിതം അവർക്ക് എന്നും വേദന വിഷമങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്നും നമുക്ക് മനസ്സിനും സന്തോഷം ഉണ്ടാവില്ല. ഈ പ്രായമായ ആളുകൾക്ക് എന്തിനെങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്നൊരു തോന്നലൊക്കെ പറയണ കേൾക്കാം വയസ്സായവർ. എത്രയും പെട്ടെന്ന് പോണില്ലല്ലോ, എന്താ അങ്ങോട്ട് വിളിക്കാത്ത, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രായമായവരെ കണ്ടിട്ടുണ്ട്. അവരെ കാര്യം ഞാൻ പറയുന്നത്. അവർക്ക് എന്താ അങ്ങനെ തോന്നണത്? അവർ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ജീവിതം എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി. ഇത് വലിയൊരു ബോറടി ആയിട്ട് മാറണം അവർക്ക്. അപ്പോൾ പ്രായമായവർ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരൊന്ന് ശ്രദ്ധിക്കുക. പ്രായമായവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പ്രായമായവരല്ല, നമ്മൾ പ്രായമാകുമ്പോഴും നമുക്കും 10, 75, 80 വയസ്സാവുമല്ലോ. അപ്പോഴും നമുക്ക് പറ്റിയത് എന്തെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്ന് കട്ടിലുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി അത് മടക്കി വെക്കാം. അത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ തീരെ അവശ നിലയിൽ കിടക്കുന്ന ആൾക്കാരെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. അല്ല, അവരെന്നെ ചെയ്തോളണം, അവരെന്നെ അത് മടക്കി വെച്ചോളണം, അവരങ്ങനെ ചെയ്യേണ്ടതാണ്. അങ്ങനെയൊന്നും നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. അവർക്കും ഒരു സന്തോഷമാവും എന്തെങ്കിലും അവർക്ക് കുറേ കാര്യങ്ങളുണ്ടാവും വീട്ടിൽ. കുട്ടികളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, പിന്നെ അമ്മ, അച്ഛൻ, അവരുടെ വീട്ടിൽ കുറേ വേറെ അംഗങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ തന്നെ അവർക്ക് വേറെ കുറേ അധികം കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ചെറിയൊരു സഹായമെങ്കിലും നമ്മൾ പ്രായമായവർ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഞാൻ കട്ടിലും ഇരിക്കുള്ളൂ, എനിക്കെല്ലാം മുന്നിൽ എത്തണം എന്ന് വിചാരിച്ചിരിക്കുന്നവർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ആ വ്യക്തിയുടെ മനസ്സിനും സന്തോഷമാണ്. ഞാൻ ഇന്നും മറ്റുള്ളവരെ ആശ്രയിക്കാണ്ടാണ് ജീവിക്കുന്നത്, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് സ്വന്തമായി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അത് നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ, ഒരു തരത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തമായി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറം ഒരു മനുഷ്യന് വിജയം വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങളെനിക്ക് ചെയ്തു തരണം, ഞാനൊന്നും ചെയ്യില്ല, വാശി പിടിച്ച് അവരോട് തല്ലുകൂടി അവർ 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അവരെ ചീത്ത പറഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നുമില്ല, എന്നെ വേണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ വരുന്നത് ഇതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വീട്ടിലത്തെ ഒരു കാര്യം അറിയില്ല. അവരിങ്ങനെ ഇവിടെ ഒതുങ്ങി കൂടി ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ അവർക്ക് എന്തെങ്കിലും തിരക്കുണ്ടോ, കുട്ടികളുണ്ടോ, അവരെ പറഞ്ഞയക്കണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും ഒരു വീട്ടിൻ്റെതായ പല പല പണികളും തിരക്കുകളും ഉണ്ടാവുമല്ലോ. അത് ഇവർക്കറിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പോൾ അതല്ല, നമ്മളെല്ലാത്തിനും പതുക്കെ ചെന്ന് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അവർക്കൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷമാവും. അമ്മയ്ക്ക് വയ്യെങ്കിലും അമ്മ എന്തെങ്കിലും പറ്റിയത് നമുക്ക് ചെയ്തു തരും, എല്ലാതും മുന്നിലേക്ക് കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കില്ല എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പം നമ്മളെ മറ്റുള്ളവരുടെ വികാരം കൂടി അവരുടെ അവസ്ഥകളും കൂടി നമ്മൾ പ്രായമായവർ മനസ്സിലാക്കണം. പ്രായമായി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആരോഗ്യമുള്ള ആളുകൾ അത് മനസ്സിലാക്കണം. തീരെ ഒന്നിനും വയ്യ അവശ നിലയിൽ കിടക്കുന്ന ആളുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് പ്രത്യേകം ഞാൻ പറയാണ്. നമ്മൾ അവശത വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവശത വന്നാൽ നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തോളാം. നമുക്ക് നേരില്ലെങ്കിൽ നമ്മൾ ആളെ നിർത്തിയിട്ട് എങ്ങനെയായാലും അവർക്കത് ചെയ്ത് കൊടുത്തോളാം. അത് നിർബന്ധമാണ്, അത് ചെയ്യാതിരിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെയുള്ള ആളുകളുടെ കാര്യമല്ല പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും നമുക്ക് സ്വന്തമായി ചെയ്യാനൊക്കെ ഒരു ആരോഗ്യം കുറച്ചെങ്കിലും ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഇപ്പം അവരൊന്നും ഇപ്പോൾ ഈ വീഡിയോകളൊന്നും കേൾക്കുന്നുണ്ടാവില്ലേ, പക്ഷേ നമുക്ക് പ്രായമാകുമ്പോൾ നമുക്കൊക്കെ അങ്ങനെ ചെയ്യാമല്ലോ. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റിയതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അത് നമ്മളെ നോക്കുന്നവർക്കും ഒരു സന്തോഷമാണ്, അവർക്കും ഒരു സഹായമാണ്. അപ്പോൾ അവർക്കും നമ്മളോട് ഈ വയസ്സായവരോടുള്ളൊരു മുഷിച്ചൽ, അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക എന്നല്ലാണ്ട് അവരോട് സ്നേഹത്തിൽ വർത്താനം പറയാനോ എടുക്കാനോ ഒന്നും നിൽക്കില്ല അവർ. കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിനൊന്നും നേരില്ല, അവർ നിൽക്കില്ല. അതിൻ്റെ ഇടയിൽ ഇവരുടെ ഈ സ്വഭാവം ഇങ്ങനെയും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാവും ആ വീട്ടിൽ. അപ്പോൾ അവർക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞങ്ങളെ അവഗണിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി തരും, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഈ പ്രായമായ വ്യക്തിക്കും ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട്
നമ്മൾ പരമാവധി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി തീരെ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുക. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ആയത് നമ്മൾക്ക് ഒരു തുണി, നമ്മുടെ ഒരു ഡ്രസ്സ് മടക്കി വയ്ക്കാനേ നമുക്ക് ആരോഗ്യമുള്ളൂ വെച്ചാൽ നമ്മളത് ചെയ്തിരിക്കണം. അത് നമുക്കൊരു സന്തോഷമാണ്. ആ പ്രായമായി കഴിയുമ്പോൾ ഞാനത് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അതുപോലെ ഓരോ വ്യക്തികൾക്കും എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ആലോചിക്കുന്നതും അവർക്കൊരു മാനസികമായിട്ട് അവർക്കൊരു വെറുതെ ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി പ്രായമായി മരിച്ചു പോകണില്ലല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനേലൊക്കെ ഒന്ന് അവർ ഇടപെട്ട് അവരെയും നമ്മളോട് കൂടി കൂട്ടിച്ചേർത്ത് അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ബോറടി ഉണ്ടാവില്ല, നമുക്കൊരു വിഷമം, നോക്കുന്നവർക്കൊരു വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രായമായവർ ഇനി പ്രായമാവാണ്ട് മധ്യത്തിലൊക്കെ എത്തി നിൽക്കണവർ നാളെ നമുക്കും ഈ അവസ്ഥയിലെത്തും. അപ്പോൾ നമ്മളും ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഓക്കേ, അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ ശരി, ബൈ.